ഓക്കെ ഡിയേഴ്സ്, 2024 ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനുള്ള പബ്ലിക് എക്സാമിൻ്റെ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. സെക്കൻഡറിയുടേത് ഇതിലുണ്ട്, അതുപോലെ സീനിയർ സെക്കൻഡറിയുടേതുണ്ട്. ഫസ്റ്റ് ആയിട്ടുള്ളത് സീനിയർ സെക്കൻഡറിയാണ്. നമുക്ക് ഡേറ്റ് നോക്കിയ കാര്യം രണ്ടാമത്തെ സബ്ജക്റ്റ് കോഡാണ്. അതിൻ്റെ മുകളിൽ സീനിയർ സെക്കൻഡറി എന്ന് നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ സെക്കൻഡറി എന്ന് കാണാൻ പറ്റും. അപ്പോൾ സെക്കൻഡറി ഉള്ളത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സബ്ജക്റ്റ് കോഡ് അതുപോലെ സബ്ജക്റ്റിൻ്റെ നെയിം നോക്കുക, അതിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾ ടൈം നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ടൈം ഷെഡ്യൂള്. ഞാൻ പ്ലസ് ടുവിൻ്റെത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റായിട്ട് ഏപ്രിൽ 6 സാറ്റർഡേ, അതിന് വേദ അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് അത്തരം സബ്ജക്റ്റുകളൊക്കെയാണ്. പിന്നെ വരുന്നത് ഏപ്രിൽ 12 ഫ്രൈഡേ ഉറുദു വരുന്നുണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അത് കഴിഞ്ഞിട്ട് സംസ്കൃതമൊക്കെ ഉണ്ട് ആ ഒരു ദിവസം തന്നെ. അത് കഴിഞ്ഞിട്ട് 15 ഏപ്രിൽ മൺഡേ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് വരുന്നുണ്ട്. 20 ഏപ്രിൽ സാറ്റർഡേ പെയിൻറ്റിംഗ് ആണ്. പിന്നെ വരുന്നത് 22 ഏപ്രിൽ ഇംഗ്ലീഷ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് എല്ലാവർക്കും ഉള്ളതാണ്, ഏത് ഗ്രൂപ്പാണെങ്കിലും. മൺഡേ ഏപ്രിൽ 22 മൺഡേ ഇംഗ്ലീഷാണ്. ടൈമൊക്കെ 2:30 മുതൽ 5:30 PM വരെ, വൈകിട്ട് ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകിട്ട് 5:30 PM വരെയാണ്. 3:30, 4:30, 5:30 3 മണിക്കൂറാണ് എക്സാം ഉണ്ടാവുക. ഓക്കെ. അടുത്ത 24 ഏപ്രിൽ വെനസ്ഡേ ഫിസിക്സ് ഹിസ്റ്ററി സബ്ജക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ 29 ഏപ്രിൽ മൺഡേ വരുന്നത് കെമിസ്ട്രി പൊളിറ്റിക്സ് സബ്ജക്റ്റുകളൊക്കെയാണ്. അതുപോലെ 30 ട്യൂസ്ഡേ ഹോം സയൻസ്. അത് കഴിഞ്ഞിട്ട് അറബി തേഴ്സ്ഡേ 2 മെയ് 2 തേഴ്സ്ഡേ സെക്കൻഡ് ലാംഗ്വേജ് അറബി വരുന്നുണ്ട്. അറബി എടുത്ത ആളുകൾക്ക് ആ ഒരു ദിവസം. അതുപോലെ പേർഷ്യൻ, പഞ്ചാബി, തമിഴ് അത്തരം സബ്ജക്റ്റുകളൊക്കെ. അതുപോലെ മലയാളം വരുന്നുണ്ട്. മലയാളം ആ ഒരു ദിവസം തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബയോളജി അതുപോലെ അക്കൗണ്ടൻസി വരുന്നത്. അതുപോലെ ഹിസ്റ്ററി, ബയോളജി, അക്കൗണ്ടൻസി, ഹിസ്റ്ററി അത് ഫ്രൈഡേ മെയ് 3 ഫ്രൈഡേ ആണ് വരുന്നത് കേട്ടോ. ബയോളജി, അക്കൗണ്ടൻസി അതുപോലെ തന്നെ ഹിസ്റ്ററി വരുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ സോഷ്യോളജി വരുന്നത് സാറ്റർഡേ 4 മെയ് 4 ആണ് അത് സോഷ്യോളജി വരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മാത്തമാറ്റിക്സ് എടുത്ത സ്റ്റുഡൻസിന് വരുന്നത് മെയ് 9 തേഴ്സ്ഡേ ആണ് മാത്തമാറ്റിക്സ് എടുത്തവർക്ക് വരുന്നത്. പിന്നെ ജിയോഗ്രഫി ഉണ്ട്, അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 336, സൈക്കോളജി ഒക്കെ ഉണ്ട്. അതിൻ്റെ ഓരോ ഡേറ്റുകൾ നോക്കുക. ഓക്കെ. ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 6 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ഡേറ്റ് നമുക്ക് നോക്കാം, മെയ് 16 വരെയാണ് ഉള്ളത്. ഓക്കെ. ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ടൈം ടേബിളാണ്. നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. അതുപോലെ അതിൻ്റെ ടൈമും ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്റ്റഡിയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കാനുള്ള രീതിയിൽ ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ആയിട്ടില്ല. പ്രാക്ടിക്കലിൻ്റെ നേരത്തെ ആയിട്ടുള്ളതിന് തിയറിയുടേത് ഇപ്പോൾ വന്നിട്ടില്ല. ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.